ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. ഞാൻ ഇന്നൊരു കഥ പറയാം. ഒരു വഴിയരികിൽ ഒരു ഭിക്ഷക്കാരൻ കുറേ കാലമായിരുന്ന് ഭിക്ഷയാചിച്ചു വരികയായിരുന്നു. ഒരു പഴയ പെട്ടിയുടെ പുറത്തിരുന്നാണ് അയാൾ ഭിക്ഷയാചിച്ചു വന്നത്. ഒരു ദിവസം ധനികനായ ഒരു വ്യക്തി ആ വഴി വന്നു. കണ്ട മാത്രയിൽ തന്നെ ധനികനാണെന്ന് മനസ്സിലാക്കിയ അയാളോട് ഭിക്ഷക്കാരൻ വളരെ പ്രതീക്ഷയോടെ ഭിക്ഷ ചോദിച്ചു. അയാൾ ഒന്നും നൽകില്ല. പകരം ഒരു ചോദ്യമാണ് ചോദിച്ചത്. നിങ്ങൾ ഇത്രയും നാൾ ആ പെട്ടിയുടെ പുറത്തിരുന്നല്ലേ ഭിക്ഷ യാചിക്കുന്നത്? എപ്പോഴെങ്കിലും ആ പെട്ടി ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടോ? ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം അതൊരു പഴയ പെട്ടിയാണ്. അതിനകത്ത് ഒന്നും തന്നെ കാണുകയില്ല. ഇത് കേട്ട അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. കുറെ കഴിഞ്ഞ് ആളൊക്കെ ഒഴിഞ്ഞപ്പോൾ ഭിക്ഷക്കാരൻ തോന്നി, ശരിയാണ്, ഞാൻ ഈ പെട്ടി ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല, ഒന്ന് തുറന്നു നോക്കിക്കളയാം. അതിനകത്ത് എന്ത് കാണാൻ, മുഷിഞ്ഞ എന്തെങ്കിലും തുണിയോ പേപ്പറോ ഒക്കെ ആയിരിക്കും എന്ന് കരുതി അയാൾ ആ പെട്ടി തുറന്നു നോക്കി. അയാൾ അത്ഭുതപ്പെട്ടുപോയി. അതിനകത്ത് നിറയെ സ്വർണവും പണവുമായിരുന്നു. അയാൾക്ക് അയാളോട് തന്നെ ദേഷ്യം തോന്നി. ഇത്രയും നാൾ ഇത്രയും സമ്പത്തിന്റെ പുറത്തിരുന്നാണല്ലോ താൻ മറ്റുള്ളവരോട് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ തന്നെയല്ലേ നമ്മളും? അനന്തമായ ജ്ഞാനവും അഗാധമായ സമ്പത്തും നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ പുറമെ ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്നത്. ബിലീവ് ദി പവർ ഇൻ യു, മേക്ക് യുവർ ഡ്രീംസ് റിയാലിറ്റി. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.